ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു വെറൈറ്റി പഴം കൊഴക്കട്ടയുടെ റെസിപ്പിയാണ്. അതിനായി നമ്മൾ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 നേന്ത്രപ്പഴം, ഒരു തേങ്ങ കട്ട് ചെയ്ത് വെച്ചത്, അതേപോലെ തന്നെ 3 പീസ് ശർക്കരയുടെ പീസും കൂടിയുണ്ട്. നമ്മൾ അടുത്തതായി പാത്രം വെച്ച് പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് പശു നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് ചെറിയ രീതിയിൽ വഴറ്റിയെടുക്കുക. അതൊന്ന് വഴറ്റി സെറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചിരവി വെച്ച തേങ്ങ ചേർക്കാൻ പോവാണ്. ഒരു മുറി തേങ്ങ നമ്മൾ ചിരവി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ചേർത്ത് ചെറിയ രീതിയിൽ ചൂടാക്കുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ശർക്കരയുടെ മിക്സ് ഒഴിച്ച് വെക്കാം കേട്ടോ. നമ്മൾ 3 പീസ് ശർക്കര ഉരുക്കി ഒരു അരിപ്പ കൊണ്ട് അരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് ചെറിയ രീതിയിൽ തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതൊരു 2 ടീസ്പൂൺ ചേർത്ത് നല്ലപോലെ മിക്സാക്കി തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ അടുത്തതായി കുറച്ച് പശു നെയ്യും കൂടി ചേർക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് ഇതുപോലെ ആ ശർക്കരയുടെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. സെയിം ടൈമിൽ തന്നെ നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ, ഒരു പഴത്തിനെ 2 പീസാക്കി കട്ട് ചെയ്ത് ആവി പാത്രത്തിൽ വെച്ച് ഇതുപോലെ നല്ലപോലെ പുഴുങ്ങിയെടുക്കുക. തൊലിയൊക്കെ കളഞ്ഞ് അതിനൊരു പാത്രത്തിലിട്ട് സ്പൂണ് കൊണ്ടോ കൈ കൊണ്ടോ നല്ല രീതിയിൽ ഉടച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. പഴത്തിൻ്റെ കട്ടിയൊന്നും ഇതിലുണ്ടാവാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുഴക്കട്ടയുടെ മാവ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു സ്മൂത്തായിട്ടുള്ള കുഴക്കട്ട കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ പേസ്റ്റാക്കി വെച്ച നേന്ത്രപ്പഴത്തിലേക്ക് നമ്മൾ 1 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് ചൂടാക്കിയ വെള്ളവും ചേർത്ത് അധികം ലൂസാവാതെ ഈ ഒരു ടൈപ്പിൽ കുഴച്ച് സെറ്റാക്കി എടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് പശു നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ല സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ശർക്കരയുടെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. ശർക്കര നമ്മൾ ചെറിയൊരു ബോൾ രൂപത്തിൽ കയ്യിലിങ്ങനെ എടുത്ത് ഒരു 6-7 ഇതായി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, നമുക്ക് കുഴക്കട്ട പാകം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോന്ന് 1 ബൈ 1 ആയി വേഗം ചെയ്ത് വെച്ചാൽ നമുക്ക് സ്പീഡായിട്ട് നമ്മുടെ കുഴക്കട്ടയുടെ പാകം ചെയ്യൽ പെട്ടെന്ന് തീർക്കാൻ പറ്റും. കൊഴക്കട്ടയുടെ മാവ് ഒരു വലിയ ബോൾ രൂപത്തിലെടുത്ത് ഉരുട്ടിയതിന് ശേഷം ഇടത് കൈയുടെ മധ്യഭാഗത്ത് വെച്ച് വലത് കൈയുടെ ഫിംഗേഴ്സ് കൊണ്ട് നടുമധ്യത്തിൽ ഇതുപോലെ ചെയ്ത് അതിൽ ശർക്കരയുടെ മസാലയും വെച്ച് ഇതുപോലെ നല്ലൊരു ബോൾ രൂപത്തിലാക്കി നമുക്ക് കുഴക്കട്ട സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആവി പാത്രത്തിൽ വെച്ച് നല്ലപോലെ ആവി കാറ്റി തുറക്കുമ്പോൾ ഇതുപോലെ നല്ലൊരു സൂപ്പർ പഴം കുഴക്കട്ട റെഡി ആയിട്ടുണ്ടാവുക. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്, നല്ല കളറും. നമ്മളെപ്പോഴും വെള്ള കുഴക്കട്ടയല്ലേ കഴിക്കുക, ഇതിൽ നേന്ത്രപ്പഴത്തിൻ്റെ ഫ്ലേവറൊക്കെ ആയി നല്ലൊരു കളറ്, മഞ്ഞ കളറൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവറബിൾ പഴം കുഴക്കട്ടയാണ്. ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇതാ മുറിക്കുമ്പോൾ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് സെറ്റായി ആ ശർക്കരയുടെ മസാലയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. വീട്ടിൽ നിങ്ങൾ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. മക്കൾക്ക് നല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയണേ. ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. അപ്പോൾ താങ്ക് യു ഓ.